അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുവരെ ഓക്കെ, നിബിതങ്ങളുടെ പ്രപ്പോസലാണോ, നോ പ്രോബ്ലം, നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ്. പുതിയാപ്പിള ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഭാര്യയോട് ചെന്ന് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോൾക്ക്, ആലോചിക്കല്ലേ? ഓ, അതിനെന്താ പ്രശ്നം? ജുലൈബിബോ എന്ന് ഭാര്യയും ചോദിച്ചു. അപ്പൊ മോള് ഇത് കേട്ട്, ഈ ഡയലോഗ് സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മോള് പറഞ്ഞു, ഉമ്മ, ഉപ്പ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉമ്മ, ഉപ്പ, ആ വിഷയത്തിൽ നോ ടേണിംഗ് ബാക്ക്, ഒരിക്കലും പിന്തിരിയാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനം അംഗീകരിക്കണമെന്നും ഉമ്മ, അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്തവനാണ്, ശരിയാണ്. പക്ഷേ ജുലൈബീബ് ഒരു സത്യവിശ്വാസിയല്ലയോ? ജുലൈബീബിനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കണ്ടയോ? ആ ആയത്തിന്റെ പേരിലാണ് ആ മോൾക്ക് മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയതെന്ന്. എന്നിട്ട് കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ ജീവിത സഖിയായി സ്വീകരിച്ചു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിൽ താഴെ സമയമായപ്പോഴാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പോയി ഷഹീദാവുന്നത്. പക്ഷേ അള്ളാഹുവിനനുസരിച്ചു എന്ന വലിയൊരു ത്യാഗം ആ കുട്ടി അവിടെ ചെയ്തു. അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചു. അള്ളാഹുവിന്റെ ഇഷ്ടമെന്തോ അതവിടെ നടപ്പാക്കുകയാണ് ചെയ്ത്. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉമ്മ. അള്ളാഹു പൊരുത്തപ്പെടുമോ? എനിക്ക് പൊരുത്തമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? എനിക്ക് ആ വരുമാനം വേണ്ട. ആ തീരുമാനം എടുക്കാൻ കഴിയലാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ അടയാളം. അങ്ങനെ അള്ളാഹുവിനുള്ള അനുസരണ, സബ്മിഷൻ ടു ദ വിൽ ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ ആഗ്രഹം എന്തോ അത് തിരുനബിയുടെ വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എത്തിയത് എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക. ഇതാണ് റമളാനിലെ നോമ്പിലൂടെയുള്ള അനുസരണയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ആ തരത്തിലുള്ള ഒരു ഇബാദത്തിന്റെ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവിന് ഇഷ്ടമോ എങ്കിൽ അത് നടക്കട്ടെ. സ്വന്തം ഇഷ്ടത്തിനെതിരായിരിക്കാം, പക്ഷെ എനിക്ക് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് അതാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും നിനക്ക് വേണ്ടി ജീവിക്കാനും നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാനുമുള്ള ആ ഒരു സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്കത് നൽകണമേ റബ്ബേ. റമളാനിന്റെ രാപ്പകലുകളിൽ എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ഈ സമയത്ത് അള്ളാഹുവേ, നരകമോചനത്തിന് സാധ്യമാകുന്ന ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് നമ്മുടെ യുവതികൾക്ക്, ചെറുപ്പക്കാരികൾക്ക്, പെൺകുട്ടികൾക്ക് അള്ളാഹുവേ, വഴിതെറ്റിപ്പോവാതെ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ പടച്ചവനെ. അങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഈമാനിന്റെ പ്രകടമായ ഒരു അടയാളം നമ്മുടെ മക്കളിൽ നന്മ കാണലാണെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന് പെരുന്നാൾ ദിവസം എല്ലാ മക്കളും നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ രാജാവെന്ന് ഇസ്ലാമിൽ പറയില്ല, ഖലീഫയാണ്, ഭരണാധികാരിയാണ്, പ്രതിനിധിയാണ്. ഖലീഫത്തു റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധി എന്നൊക്കെ പറയുന്ന പോലെ ദീനിന്റെ പ്രതിനിധിയാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ കീറിയ വസ്ത്രം ധരിച്ച് മുമ്പിലൂടെ നടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തത്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, 10-11 വയസ്സുള്ള മോൻ, വാപ്പാ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഒന്നുമില്ല മോനെ, നിന്റെ കൂട്ടുകാരായ നാട്ടുകാരായ പിള്ളേരൊക്കെ നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ ഈ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമില്ലേ, ഖലീഫയുടെ മോനായ എന്റെ മോനായ അബ്ദുള്ള നിങ്ങൾ ഉടുത്തിട്ടുള്ളത് തുന്നിവെച്ച വസ്ത്രമല്ലേ
എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് എന്ന് പറഞ്ഞു വാപ്പ. കാരണം ഗവൺമെന്റിന്റെ പൈസയിൽ നിന്ന് ഒന്നും അനർഹമല്ലാത്തത് ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞ മഹാനാണ്. അത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എല്ലാ ഖലീഫമാരെ പോലെ തന്നെ. അപ്പൊ മോനൊരു വാക്ക് പറഞ്ഞു ഇങ്ങോട്ട് വാപ്പയോട്, ഉപ്പാ കരയെ, എന്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് കരയെ. നല്ല പക്വമായൊരു വാക്ക് പറഞ്ഞു. ഉപ്പാ ഇന്നമാ യബ്കി മൻ അസാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബാഹ് വഅന ലസ്തു മിൻഹും യാ അബതാഹ്. മോൻ പറഞ്ഞ വാക്കാണത്. ഉപ്പാ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? ഇന്നമാ യബ്കി മൻ അസാ റബ്ബാഹ്, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹു, അവൻ അനുസരിക്കാത്തവരല്ലേ വാപ്പാ കരയേണ്ടത്? അല്ലാഹുവിനറിയാത്തവരല്ലേ കരയേണ്ടത്? വഅസാ ഉമ്മഹു വഅബാ, സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവനല്ലേ കരയേണ്ടത്? സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്? അല്ലാഹുവിനെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്? വഅന ലസ്തു മിൻഹും യാ അബതാ, ഉപ്പാ ഈ രണ്ട് പാതകവും നിങ്ങളുടെ മോൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്റെ വിഷയത്തിൽ എന്തിനാണ് ഉപ്പ സങ്കടപ്പെടുന്നത്? വാപ്പാക്ക് തിരുത്തി കൊടുക്കണം, തിരുത്തുകയല്ല, വാപ്പയെ ഓർമ്മപ്പെടുത്തുകയാണത്. ये फैजान नजर था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. ആരാണ് ഈ അനുസരണ നൽകുന്നത്? ഇത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമല്ലയോ? നമ്മുടെ മക്കളിൽ ഈ നന്മ കാണുന്നത്, മക്കൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് ഇഷ്ടമാകുന്നത്, നമ്മുടെ മക്കൾ അല്ലാഹ്ക്ക് എന്ത് ഇഷ്ടമാണോ അതുപോലെ ജീവിക്കുന്നത്, നമ്മളും നമ്മുടെ കുടുംബവും അച്ചടക്കത്തിൽ ജീവിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത്. നമ്മൾ പട്ടിണി കിടക്കുകയാണ്, ഇപ്പൊ പട്ടിണിയിലാണ്, ലിറ്ററലി നമ്മൾ ശരിക്കും ഫാസ്റ്റിങ്ങിലാണ് അല്ലേ? ഒന്നുമില്ല, ഇത് സഹിക്കാനുള്ള, എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബം ഉള്ളതനുസരിച്ച് ജീവിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ നോമ്പിലൂടെ ലഭ്യമാവേണ്ട ഗുണം അങ്ങനെയാണ് ഖനാഅ. അല്ലാഹു എന്ത് നൽകുന്നുണ്ടോ അത് ഇഷ്ടപ്പെട്ട് ജീവിക്കുക, പരാതിയില്ല, ഒന്നും പരാതിയില്ല. വീട്ടുകാർ അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവർ, പരാതിയില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനായ പണ്ഡിതനാണ്, മുസ്തജാബ് ദഅവ, ദുആഇന് ഉത്തരമുള്ള മഹാനായിരുന്നു അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. തന്റെ ഭാര്യ ഒരു നല്ല ഭാര്യയായിരുന്നു. അദ്ദേഹം രാത്രി വീട്ടിലേക്ക് വരുമ്പോ മുറ്റത്തെത്തുമ്പോ ഒന്ന് തൊണ്ടയനക്കുന്ന, വാപ്പാർക്ക് നമ്മുടെ പഴയ വലിയ വാപ്പാർക്കൊക്കെ ഉണ്ടാവും ഒരു കാറി കുറച്ചൊരു തുപ്പലോ ഒരു തൊണ്ടയനക്കലോ ഒരു സിഗ്നലാണ്, വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്, ടോർച്ചൊക്കെ തിരിച്ചെന്ന് വരുന്നൊരു വരവില്ലേ. വാപ്പ മുറ്റത്തെത്തിന്ന് കണ്ടാൽ ഉമ്മ റൂമിൽ വിളക്ക് കത്തിച്ചു വെക്കും, വാതിൽ തുറന്നു വെക്കും. വരാന്തയിലെത്തിയാൽ അബൂ മുസ്ലിം അൽ ഖൗലാനി എന്നവർ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും. ഭാര്യ വാതിൽ തുറന്ന് സലാം മടക്കി ഭർത്താവിനെ സ്വീകരിക്കും. അവരൊരുമിച്ച് അശാ ഭക്ഷണം കഴിക്കും, രാത്രി ഭക്ഷണം കഴിക്കും, അവരിരുന്ന് സംസാരിക്കും. കുറച്ചു കഴിഞ്ഞ് അവർ ഉറങ്ങും. അങ്ങനെ നല്ല റാഹത്തിൽ ജീവിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയമാണത്. നല്ല റാഹത്തിൽ ജീവിക്കുക, ഒരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു അയൽപ്പക്കത്തെ പെണ്ണ് വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ല എന്തിനാ മോളെ ഈ കഷ്ടപ്പാടൊക്കെ? ഒരു വേലക്കാരിയെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ കിട്ടുമല്ലോ. കാരണം നിങ്ങളുടെ ഭർത്താവ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ ഖലീഫയും ഭരണാധികാരിയും, അദ്ദേഹത്തിന്റെ അടുത്ത ആളല്ലേ. നമ്മൾ പറയില്ലേ മന്ത്രിന്റെ അടുത്ത ആളെ, MLA അടുത്ത ആളെന്നൊക്കെ പറയില്ലേ. ഒരു വേലക്കാരനെ കിട്ടാൻ വല്ല പണിയുണ്ടോ മോൾ എന്തിനാ ഈ വീട്ടിലിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് 2-3 വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണ് വന്ന് ഈ പെണ്ണിനെ ദിവസങ്ങളോളം വന്ന് പറഞ്ഞിട്ട് സ്ക്രൂ ചെയ്തു. സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളല്ലേ, അവളും വിചാരിച്ച് ഞാനിപ്പോ എന്തിനായി അതുവരെ കഷ്ടപ്പാടെന്താന്ന് ആലോചിച്ചിട്ടില്ല, ഞാനിപ്പോ എന്തിനായി കഷ്ടപ്പെടുന്നത് എന്ന് അവൾക്കും ഒരു ചിന്തയായി. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോ ബഹുമാനപ്പെട്ടവർ തൊണ്ടെനിക്ക് വിളിച്ചൊന്നും കത്തിയിട്ടില്ല വീട്ടില്, അസ്സലാമു അലൈക്കും, ഒരു മറുപടി ഇല്ല. വാതിൽ ചാരിക്കിടക്കുന്നു, തുറന്നു നോക്കി പെണ്ണിനെ കാണുന്നില്ല. നോക്കുമ്പോ ഇരുട്ടിലൊരു റൂമിന്റെ മൂലയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അല്ല പെണ്ണെ നിനക്ക് എന്ത് പറ്റിയും ചോദിച്ചു. ഒന്നുമില്ലാന്ന്. എന്തേ ഇന്ന് ഒരു സ്വഭാവ മാറ്റം എന്ന് ചോദിച്ചു.
നിങ്ങൾ വിചാരിച്ചാൽ ഒരു വേലക്കാരിയൊക്കെ കിട്ടൂലേ? നിങ്ങൾ മുആവിയ നിങ്ങളുടെ അടുത്ത ആളല്ലേ? അത് ശരി, ഇതാണല്ലേ വിഷയം എന്ന് ചോദിച്ചു. ഒരൊറ്റ കയ്യീർത്തൊരു ദുആയാണ്, റബ്ബേ അല്ലാഹുമ്മ അഅമി ബസറ മൻ ഖബ്ബബ ഇംറഅതി, പടച്ചവനെ എന്റെ പെണ്ണിനെ ആരാണോ പഴപ്പിച്ചത് അവളുടെ കണ്ണ് നിന്റെ കാഴ്ച നീ എടുത്തു കളയണമേ. ഒരൊറ്റ ദുആയാണ്. 4 വീട് അപ്പുറത്തെ പെണ്ണ് പറഞ്ഞു, മക്കളെ വിളക്ക് പോയല്ലോ മക്കളെ, ഉമ്മ കണ്ണ് കാണ. ഉമ്മ വിളക്ക് പോയിട്ടില്ല, ഉമ്മ വിളക്ക് കത്തുന്നുണ്ടല്ലോ മക്കളെ, ഉമ്മാക്ക് കണ്ണ് കാണില്ലല്ലോ. അസ്വാബത്നി ദഅവതു റജുലി സ്വാലിഹ്, ആ നല്ല മനുഷ്യന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിക്കാണും എന്ന് പറഞ്ഞ അവിടെ ഉള്ളൊരു മഹാൻ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളാ. എന്നെ ഒന്ന് കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, കൈപിടിച്ചു കൊണ്ടുവരാൻ. കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ച ഇൻസ്റ്റന്റ്ലി ഓൺ ദ സ്പോട്ടിൽ പോയി. അങ്ങനെയൊക്കെ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞാൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അങ്ങ് പറഞ്ഞാൽ അങ്ങ് സംഭവിച്ചേക്കും. കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു. കൈപിടിച്ചിട്ടാ മക്കൾ കൊണ്ടുവന്നത്. ഷെയ്ഖ് അവറുകളെ തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. എന്തേന്ന് ചോദിച്ചു. നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതാണോ എനിക്കൊരു നിങ്ങളുടെ പ്രാർത്ഥന പറ്റിയോ എന്നൊരു പേടി, എന്റെ കണ്ണിന്റെ കാഴ്ച ഇപ്പൊ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, ഞാനും എന്റെ ഭാര്യയും അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബേ നീ എന്ത് നൽകുന്നുണ്ടോ അത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ എന്നാണ്. നീ എന്ത് തന്നുവോ അത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ തൗഫീഖ് താ എന്നാണ്. ഞങ്ങൾക്ക് ആഡംബരങ്ങളോ വലിയ വലിയ ആവശ്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. അള്ളാഹു ഇത്രയാ തന്നത്, അൽഹംദുലില്ലാ, അതിന് റബ്ബിനെ ശുക്ർ ചെയ്യുക. അതിന്റെ ഇടക്ക് വന്നാണോ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ അല്ലലും വിഷമങ്ങൾ ഉണ്ടാക്കിയത്? എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം എന്നവർ കരയാൻ തുടങ്ങി. മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവേ റുദ്ദ ബസ്വറഹ, അവളുടെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കു പടച്ചവനെ എന്ന് ദുആ ചെയ്തു. ഓൺ ദി സ്പോട്ട് കണ്ണ് തുറന്നിട്ടാണ് പിന്നെ ആ മഹദി, ആ പെണ്ണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്, കണ്ണ് കാണാതെ വന്നു, കണ്ടുകൊണ്ട് തിരിച്ചുപോയി. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ സദസ്സിൽ അങ്ങനെ അല്ലെ, കണ്ണ് കാണാത്തൊരു ഉസ്താദാരോ 30 കൊല്ലായിട്ടോ വിഷമുണ്ട്, കണ്ടു. മാഷാ അല്ലാഹ്. ചില ആളുകളുടെ ദുആക്ക് അങ്ങനെ ഉത്തരം നൽകും അല്ലാഹു തആല. വലിയ അത്ഭുതമാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ അങ്ങനെ ദുആഇന് ഉത്തരം കിട്ടി ഒരുപാട് അനുഭവങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും പറയാറുണ്ട്. അപ്പോ ദുആഇന് ഉത്തരം ലഭിക്കും. അത്തരം ആളുകളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ സംബന്ധിക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവരെ വിഷമിപ്പിക്കുന്നൊന്നും ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക.